അങ്ങനെ UDF ജയിച്ച്, അതും ഗംഭീര വിജയം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ടു UDF. എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ UDF ആയാലും LDF ആയാലും BJP ആയാലും എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ഒരു പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയല്ല. ഇപ്പോഴും പല LDF അനുയായികൾ പറയുന്നുണ്ട് കഴിഞ്ഞ 10 വർഷം വികസനം ഉണ്ടായിട്ടും ഈ കഴുതകൾ എന്തുകൊണ്ടാണ് തിരിച്ചു കുത്തിയതെന്ന്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജനങ്ങൾ കഴുതകളല്ല. കഴിഞ്ഞ 10 വർഷം മുന്നേ കുത്തിയ അതേ ജനങ്ങൾ തന്നെയാണ് ഇപ്പോഴും UDFന് കുത്തിയത്. വികസനത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ വികസനം രണ്ടാമത് വരുന്നത്. ആദ്യം വരുന്നത് ജനാധിപത്യ മര്യാദ, ജനാധിപത്യ ബോധം. ജനാധിപത്യ മര്യാദയോടെ ജനങ്ങളോട് സംസാരിക്കാൻ പറ്റാത്ത ഒരു നേതാവാണ് ഈ പരാജയത്തിന് മെയിൻ കാരണം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കേരളത്തിൽ ഒരിക്കലും പൂർണ്ണമായിട്ട് LDFനെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അടുത്ത 5 വർഷം നല്ലൊരു പ്രതിപക്ഷമായിട്ട് ഇരിക്കുക, എന്നിട്ട് നല്ല നേതാവായിട്ട് വരിക. നിങ്ങൾ എന്തായാലും ജനങ്ങൾ അധികാരത്തിലേറ്റും. കാരണം ഇടതുപക്ഷമില്ലാതെ കേരളമില്ല.